നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നതിനെ കുറിച്ചാണ്. ഇതിന് മുമ്പ് എന്താണ് ഷെയർ മാർക്കറ്റ്, ബേസിക് ഓഫ് ഷെയർ മാർക്കറ്റ് എന്ന വീഡിയോ സീരീസിൽ കുറേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന വീഡിയോ സീരീസിൽ കുറേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഷെയർ മാർക്കറ്റിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ അത് കണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് SIP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് SIP. എല്ലാവരും വിചാരിക്കുന്നത് SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്നൊരു കൺസെപ്റ്റാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ SIP എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ സമയത്തും കറക്റ്റായിട്ട് മന്ത്ലി ബേസ് ആണെങ്കിൽ മന്ത്ലി, വീക്ക്ലി ബേസ് ആണ് വീക്ക്ലി, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് SIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് SIP ആണ്. നമ്മൾ മന്ത്ലി ബേസ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ലോങ് ടേം ബേസ് ചെയ്തിട്ട് 3, 5, 10 വർഷം ബേസ് ചെയ്തിട്ട് സ്കീമുകളിൽ ചേർന്നിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ട് മന്ത്ലി ബേസ് ചെയ്തിട്ട് ഡെബിറ്റ് ചെയ്യും. എല്ലാ മാസവും എത്രാം തീയതിയാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യും. സിസ്റ്റമാറ്റിക്കായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ അത് ആഡ് ചെയ്ത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയത്ത് മാർക്കറ്റിൻ്റെ പല കണ്ടീഷനിലാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ സാധാരണഗതിയിൽ ഷെയർ മാർക്കറ്റും അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ രണ്ടും കൂടെ ചേർന്നിട്ട് ഒന്നിച്ചുള്ള ബേസ് റേറ്റ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച്, ഏറ്റക്കുറച്ചിനനുസരിച്ച് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV, നെറ്റ് അസറ്റ് വാല്യൂയിൽ വേരിയേഷൻ വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 100 രൂപ NAV ഉള്ളൊരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ആ NAV 90, 80 ആ ലെവലിലേക്ക് താഴെ വരും. അതേമാതിരി മാർക്കറ്റിൽ ഒരു കയറ്റം വരികയാണെങ്കിൽ 100 പോയി 120, 110 എന്ന ലെവലിൽ കയറാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് മന്ത്ലി ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ മാസവും നമ്മൾ ഒരു നിശ്ചിത യൂണിറ്റ് ബേസ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയാണ്. അപ്പം നമ്മളൊരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100 രൂപ ബേസ് ചെയ്തതാണെങ്കിൽ നമുക്ക് 50 യൂണിറ്റ് നമുക്ക് അലോ ചെയ്തു. അപ്പോൾ 50 യൂണിറ്റ് വാങ്ങുകയാണ്. നമ്മൾ 100 രൂപ കൊടുത്ത് 50 യൂണിറ്റ് എല്ലാ മാസവും വാങ്ങാനാണ് കൊടുക്കുന്നത്. പക്ഷെ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ 80 രൂപയാകുകയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് കൂടുതൽ കിട്ടാനും 120 ആകുമ്പോൾ യൂണിറ്റ് 50 കുറഞ്ഞ് കിട്ടും. അപ്പോൾ യൂണിറ്റ് ബേസ് നമ്മൾ എത്രയാണ് നമ്മൾ എമൗണ്ട് ഇടുന്നത് ആ എമൗണ്ടിന് ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റാണ് ആ യൂണിറ്റിന് നമുക്ക് കിട്ടുക. ആ യൂണിറ്റ് മാർക്കറ്റ് കയറുമ്പോൾ കുറയും, മാർക്കറ്റ് ഇറങ്ങുമ്പോൾ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഏറ്റക്കുറച്ചിലിനനുസരിച്ച് നമുക്ക് യൂണിറ്റ് കിട്ടും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാർക്കറ്റ് കറക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റ് NAV കൂടുതൽ യൂണിറ്റ് നമുക്ക് കിട്ടും. കൂടുതൽ യൂണിറ്റ് കിട്ടാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് മാർക്കറ്റ് ഇറങ്ങിയാലും ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം മാർക്കറ്റ് ഇറങ്ങിയ ഒരു SIP ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം അത് പോസിറ്റീവായൊരു കാര്യമാണ്. അതേപോലെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു മന്ത്ലി ബേസ് ചെയ്തിട്ട് ഒരു 5000 രൂപ എല്ലാ മാസവും നമുക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസം ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം നമുക്ക് എന്താണ് ഒരു പോരായ്മ പറഞ്ഞാൽ ഈ SIP നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോകും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഷെയർ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ചെയ്യാനുള്ള നമ്മൾ തന്നെ നമ്മൾ തന്നെ പോയി ആ 5000 രൂപ അയച്ച് നമ്മൾ ഏത് ബ്രോക്കിംഗ് ഫേമിലാണ് നമ്മൾ അക്കൗണ്ടിലുള്ള അവർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മൾ തന്നെ അത് ബൈ ചെയ്യണം എന്നുള്ളൊരു പോരായ്മയുണ്ട്. പക്ഷെ ഒരു ഗുണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SIP പോലെ ഷെയർ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെയിലി ബേസും ചെയ്യാം. അപ്പോൾ ഒരു മാസം 20 വർക്കിംഗ് ഡേ ആണ് സാധാരണഗതിയിൽ ഷെയർ മാർക്കറ്റിൽ. 5 ദിവസമാണ് മാർക്കറ്റ് ഉള്ളത്. ഒരു ആവറേജ് ഒരു 20 വർക്കിംഗ് ഡേ കിട്ടും. അപ്പോൾ നമുക്ക് ഡെയിലി ബേസ് ചെയ്തിട്ട് ഒരു 250 രൂപ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഗൂഗിൾ പേ, ബാങ്ക് ത്രൂവോ നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ 250 രൂപയ്ക്കുള്ള ഷെയർ ബൈ ചെയ്യാം.
അതേമാതിരി എല്ലാ ദിവസവും ആഴ്ചയിൽ 5 ദിവസം, മാസത്തിൽ 20 ദിവസം എന്തായാലും ഈ സിസ്റ്റമാറ്റിക് പോലെ 250 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ബാധ്യതയാവില്ല. ഈ 250 വെച്ച് ചെയ്യുമ്പോൾ മാസം നമുക്ക് 5000 രൂപയുടെ ഷെയർ ബൈ ചെയ്യാൻ പറ്റും. അത് ഒരു വർഷമാകുമ്പോൾ നമുക്ക് 60,000 രൂപയുടെ ഷെയർ നമുക്ക് ചെയ്യാൻ പറ്റും. അത് 5 കൊല്ലമാകുമ്പോൾ 3 ലക്ഷം രൂപയുടെ ഷെയർ ബൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ 5 കൊല്ലം നമ്മൾ ഈ ഡെയിലി 250 രൂപ 200 ഡെയിലി അല്ല, മാസത്തിൽ 20 ദിവസം ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 കൊല്ലത്തിൽ 3 ലക്ഷം രൂപയുടെ ഷെയർ വാല്യൂ മാത്രം വരും. ഇൻവെസ്റ്റ്മെന്റ് മാത്രം 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ നമ്മൾ വാങ്ങുന്ന ഷെയറുകളിലെ ഡിവിഡൻഡ്, പിന്നെ ബോണസ്, സ്പ്ലിറ്റ്, റൈറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വരും. മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ എന്താ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബോണസ്, സ്പ്ലിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണം എന്നില്ല. അതിൽ വരും, അതെങ്ങനെ എത്രത്തോളം കിട്ടും എന്നറിയില്ല. പക്ഷെ അതേ സമയത്തിൽ നമുക്ക് ഷെയർ മാർക്കറ്റ് നമ്മൾ SIP പോലെ ഡെയിലി ബേസ് ചെയ്തിട്ട് 250 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ വാങ്ങുന്ന ഷെയറിൽ ഡിവിഡൻഡ് ആണെങ്കിൽ കറക്റ്റായി നമ്മുടെ അക്കൗണ്ടിൽ ഡിവിഡൻഡ് വരും. കമ്പനി ബോണസ് വരെ ഇഷ്യൂ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ബോണസ് വരും. സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ സ്പ്ലിറ്റ് വരും. അതുകൂടാതെ കമ്പനി എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് തരുന്നുണ്ടോ അതെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് തന്നെ വരും. പക്ഷെ അതേസമയം മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് ഹൗസിനാണ് പോണ്. അവർ ഡിവിഡൻഡ് എങ്ങനെയാണ് ഷെയർ ചെയ്യണമെന്നോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പല ആനുകൂല്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ഓഫ് ഏഷ്യ എന്നൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൂപ്പൺ വന്നിട്ടുണ്ടായിരുന്നു. കൂപ്പൺ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുഡ് ഡെലിവർ ചെയ്യുമ്പോൾ ഇത്ര % ഡിസ്കൗണ്ട് വന്നിട്ട് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഇമെയിലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ കൂപ്പൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഫുഡ് ബൈ ചെയ്യുമ്പോൾ 20% ഡിസ്കൗണ്ട്. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളടക്കം ഈ കമ്പനികൾ ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ബോണസ്, സ്പ്ലിറ്റ്, ഡിവിഡൻഡ് എല്ലാം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വരും. അപ്പം നമ്മൾ SIP നമ്മൾ ഡയറക്റ്റ് നമുക്ക് അറിയുകയാണെങ്കിൽ, അഥവാ ഷെയർ മാർക്കറ്റ് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് സെൽഫായിട്ട്, പക്ഷെ എന്താണ് ഡെയിലി ബേസ് ആണെങ്കിലും വീക്ക്ലി ബേസ് ആണെങ്കിലും മന്ത്ലി ബേസ് ആണെങ്കിലും മസ്റ്റായിട്ട് അത് ചെയ്യണം. അപ്പോൾ ഡെയിലി ബേസ് ആകുമ്പോൾ നമ്മൾ 250 രൂപ നമ്മൾ തന്നെ പോയി അക്കൗണ്ടിൽ നിന്ന് ബ്രോക്കർ അക്കൗണ്ടിലേക്ക് അയച്ച് ഒരു ഷെയർ പറ്റും. നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 750 രൂപ വിലയുള്ള ഒരു ഷെയറാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ 2 ദിവസം വെയിറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസം നമ്മൾ ബൈ ചെയ്യുക. അപ്പോഴും 3 ദിവസം കഴിഞ്ഞ് ആ 750 രൂപ ഷെയർ വാങ്ങും. 3 ദിവസത്തിൽ വാങ്ങും. 250 വെച്ച് 3 ദിവസം ബേസ് ചെയ്തിട്ട് ഒരു ഷെയർ ബൈ ചെയ്യും. അങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്, മൊബൈൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നമുക്ക് തന്നെ നല്ല കമ്പനികളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഷെയർ മാർക്കറ്റിൽ തന്നെ SIP ചെയ്യാൻ പറ്റും. എല്ലാവരും മ്യൂച്വൽ ഫണ്ടിലാണ് പോണത്. നമുക്ക് ഷെയർ മാർക്കറ്റിലും ഇങ്ങനെ SIP ചെയ്യാൻ പറ്റും, ഉള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഇതെല്ലാം നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇതിന് നോക്കണ്ടേ, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഷെയറൊക്കെ മനസ്സിലാക്കി ഏതാ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊന്നും നമുക്ക് തലവേദനയാണ്, നമുക്കൊന്നും ആലോചിക്കേണ്ട, നമ്മളതിൽ ഇട്ടിട്ട് മിണ്ടാണ്ട് ഒന്നും അറിയണ്ട എന്ന് ബേസുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ SIP ആണ്. SIPയിൽ മ്യൂച്വൽ ഫണ്ടിൽ SIP ആണ് അവർക്ക് ബെറ്റർ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് SIP ആകുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നമ്മൾ ഏത് സ്കീമാണ് ചിലപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ട്, ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്. ലാർജ് ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ, അതുമാതിരി സ്മോൾ ക്യാപ്പ് ഫണ്ട് ഉണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട്, മൾട്ടി ക്യാപ്പ് ഉണ്ട്. ഇത് 3-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരവരുടെ റിസ്ക് അപ്പിറ്റൈറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് റിസ്ക് എടുക്കാൻ പറ്റുന്നത്. നല്ല റിസ്ക് എടുക്കാൻ താല്പര്യം കുറവുള്ള ആൾക്കാർക്ക് ലാർജ് ക്യാപ്പാണ് ബെറ്റർ. നല്ല കമ്പനികൾ മാത്രം സെലക്ട് ചെയ്തിട്ട് വലിയ കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതേസമയം കുറച്ച് റിസ്ക് എടുക്കാനുള്ള താല്പര്യമുള്ളവർക്ക് മൾട്ടി ക്യാപ്പ്, അതായത് ലാർജും മിഡും സ്മോളും ചേർത്തിട്ട് 3-ഉം കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ റിസ്ക് എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ വേറെ രീതി ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 50% ഇക്വിറ്റിയിലും ബാലൻസ് ചെയ്തുള്ള ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിൽ 50% ഇക്വിറ്റിയിലും 50% ഡെറ്റ് ഇൻസ്ട്രുമെന്റിലും ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് 50% റിസ്ക് കുറഞ്ഞ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റോ റിട്ടേൺ വരും. ബാക്കി 50% ഷെയർ മാർക്കറ്റിൻ്റെ റിസ്ക് ബേസ് ചെയ്തിട്ടുള്ള റിട്ടേൺ വരും. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
SIP ആയിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഓട്ടോ ഡെബിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ മാർക്കറ്റ് നമ്മൾ തന്നെ ചെയ്യണം. ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ എല്ലാ ഷെയറും നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല സെബി രജിസ്റ്റർ ചെയ്യുക, അഡ്വൈസറെ കണ്ടും മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് SIP, എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ യൂട്യൂബ് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിൽ എത്തിപ്പെട്ട എനിക്കതൊരു സപ്പോർട്ടായി. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.